ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയെ വരണാധികാരിയായി നിയമിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് അറിയിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഉപരാഷ്ട്രപതിക്കായുള്ള ചർച്ചകളും സജീവമാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരണാധികാരിയെയും 2 സഹവരണാധികാരികളെയുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചത്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയെ വരണാധികാരിയായും രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറി ഗരിമ ജെയിൻ, രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ വിജയ് കുമാർ എന്നിവരെ സഹവരണാധികാരികളായും നിയമിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകളും സജീവമാണ്. NDAയുടെ സ്ഥാനാർത്ഥി BJPയിൽ നിന്നാകുമെന്നാണ് സൂചന. വിദേശയാത്ര കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയാലുടൻ തന്നെ അന്തിമ നാമനിർദ്ദേശങ്ങൾക്കായുള്ള ചർച്ചകൾ ആരംഭിക്കും. തെരഞ്ഞെടുപ്പെടുത്ത ബീഹാറിൽ രാഷ്ട്രീയ നേട്ടത്തിനുതകുന്ന തരത്തിലാകും സ്ഥാനാർത്ഥിയെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിർദ്ദേശം. 24 ഡൽഹി.